നാച്ചുറലായി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ധമനികളിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇതുപോലെ തയ്യാറാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നത്. ശരീരഭാഗങ്ങളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ പലതരത്തിലുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോളുമുണ്ട്, ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്ന കൊളസ്ട്രോളുമുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ റെമഡിയായ ഹാർട്ട് ഹെൽത്തി ഹെർബൽ ഇൻഫ്യൂഷൻ വാട്ടറാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം ഹാർട്ട് ഹെൽത്തി ഡയറ്റും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു റെമഡി തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ചൂടാക്കുക. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു റെമഡി തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റാണ് വെളുത്തുള്ളി. 1-2 ചെറിയ വെളുത്തുള്ളി അല്ലികൾ എടുക്കുക. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരല്ലി മതിയാകും. ഇതൊന്ന് ചതച്ചെടുക്കുക. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് വെളുത്തുള്ളി. പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അതായത് LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലീസിൻ എന്ന സംയുക്തമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. കൂടാതെ വെളുത്തുള്ളിയിലെ മറ്റു പോഷകങ്ങൾ രക്തധമനികളിലെ തടസ്സം നീക്കാനും സഹായിക്കുന്നു. HDL എന്ന ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും വെളുത്തുള്ളി വളരെ നല്ലതാണ്. കൂടാതെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനുമൊക്കെ വെളുത്തുള്ളി വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചി. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുക. ഇഞ്ചിയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഇഞ്ചി വളരെ നല്ലതാണ്. നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വളരെ നല്ലതാണ് ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പെപ്പറൈൻ എന്ന സംയുക്തമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഭക്ഷണത്തിലെ കൊഴുപ്പുകളുടെ ദഹനത്തിനും ആഗിരണത്തിനും കൂടുതൽ സഹായിക്കുന്ന പിത്തരസം ആസിഡുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കുരുമുളക് സഹായിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എപ്പോഴും വീട്ടിൽ തയ്യാറാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിക്കുക. മഞ്ഞൾപ്പൊടിക്ക് പകരം ഫ്രഷ് മഞ്ഞൾ ചതച്ചെടുത്താലും മതി. ഹൃദയ ധമനികളെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസാണ് മഞ്ഞളിനുള്ളത്. മഞ്ഞളിലെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ടായ കുർക്കുമിനാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും കൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നത്. കൂടാതെ ഇത് നമ്മുടെ ശരീരത്തെ ഡീജനറേറ്റീവ് രോഗങ്ങളിൽ നിന്നും മെറ്റബോളിക് സിൻഡ്രോം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതിനുശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഇതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായി നല്ലൊരു ഹെൽത്തി ഡയറ്റ് കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാവുന്നതാണ്. LDL എന്ന ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും കൂടെ HDL എന്ന ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാനും ഈ പറയുന്ന ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. LDL കുറയ്ക്കാനായി ഫൈബർ റിച്ചായ ഫുഡ്സാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓട്സ്, ബാർലി, ഹോൾ ഗ്രെയിൻസ്, പയറുവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും HDL കൊളസ്ട്രോൾ ബൂസ്റ്റ് ചെയ്യാനും നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കാം. ഫാറ്റി ഫിഷ്, അവഗാഡോ, ഒലീവ് ഓയിൽ, കടുകെണ്ണ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ വെളുത്തുള്ളി, മഞ്ഞൾ, ഇഞ്ചി, ഇലക്കറികൾ, ബെറീസ്, ഗ്രീൻ ടീ എന്നീ ഭക്ഷണങ്ങളെല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താം. LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡും കുറയ്ക്കാനായി ഫ്രൈഡ് ഫുഡ്സ്, പ്രോസസ്ഡ് സ്നാക്സ്, മധുരമുള്ള പാനീയങ്ങളും പലഹാരങ്ങളും, റെഡ് മീറ്റ്, റീഫൈൻഡ് കാർബ്സ് തുടങ്ങിയ വൈറ്റ് ബ്രെഡ്, പാസ്ത എന്നീ ഭക്ഷ്യവസ്തുക്കളൊക്കെ പരമാവധി കഴിക്കുന്നത് ഒഴിവാക്കുക. കൂടാതെ 30 മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുക, നന്നായി കുടിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക. ഈ പറഞ്ഞ ഡയറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ നിങ്ങൾ വരുത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നാച്ചുറലായി ഹൈ കൊളസ്ട്രോൾ കുറയ്ക്കാവുന്നതാണ്.
നാച്ചുറലായി LDL എന്ന ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ധമനികളിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുമൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് നാച്ചുറൽ റെമഡി തയ്യാറാക്കി കുടിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഡയറ്റൊക്കെ കൂടെ ഫോളോ ചെയ്യുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയും ഒക്കെ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്